ഫ്രണ്ട്സ്, ഇന്ന് കൂണ് വറുത്തരച്ച നല്ലൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ഒരു പിടുത്തം ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതിലേക്ക് ഇനി നമുക്ക് 2 ഇതള് വെളുത്തുള്ളിയും ഒരു 6 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്തിട്ട് വേണം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, അതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അടി കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഒത്തിരി വെള്ളം ചേർക്കരുത് കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മഷ്റൂം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണ്. കാരണം മഷ്റൂമിന് വേവ് പൊതുവേ കുറവാണ്. ഇങ്ങനെ ഒന്ന് വഴട്ടിയെടുക്കുകയാണെങ്കിൽ അത് കറി വയ്ക്കുമ്പോൾ വല്ലാതെ വെന്ത് കലങ്ങി പോവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വൺസ് ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കറി അത്യാവശ്യം നല്ലോണം തിളച്ചൊന്ന് കുറുകി പറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല. അത് ചേർക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറുവേ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് വറുത്തിടാം. ചുവന്നുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം. അത് നോക്ക്, കറി നല്ല അടിപൊളിയായില്ലേന്ന്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Thank you.